തൊലിഞ്ഞ ചൂടാടാ ഇത്. ആ സൂര്യന്റെ ഫിലമെന്റ് ആരെങ്കിലും ഒന്ന് ഊരി വെക്കാൻ പറയാവോ? എന്റെ സ്പീഡ് കൂട്ടറാ. നിങ്ങൾ മാത്രമല്ല, ഞാനിവിടെ നിന്ന് പുഴുങ്ങുവാ. കണ്ടില്ലയോ, കറങ്ങുന്നുണ്ടെന്നേ ഉള്ളൂ. സ്പീഡ് കൂട്ടാനായിട്ട് 2 കപ്പാസിറ്റർ അല്ലയോടെ ഒരു ഫാനിൽ പിടിപ്പിച്ചേക്കുന്നത്. അയ്യോ, ഏസിക്ക് പുറത്ത് മാത്രമേ ഉള്ളൂ കൂള്, അകത്ത് ഭയങ്കര ഓട്ടാ. ഇങ്ങനെ ഒരുക്കി ചാവാനാണെങ്കിൽ പൈസ കൊടുത്ത് ഈ സാമാനങ്ങളൊക്കെ എന്തിനാടാ നമ്മളിങ്ങനെ ഓൺ ആക്കിയിട്ടേക്കുന്നത്? സത്യം പറഞ്ഞാൽ നീ കറങ്ങി കറങ്ങി മടുത്ത്. എന്തോടെ ഇപ്പൊ ഓഫ് ആക്കാറില്ലടാ എന്നെ. പിന്നെ പാർസൽ എവിടെ തോന്നി എന്നെ ഏതാണ്ട് ഓഫ് ആക്കുന്ന പോടാ. ഈ നാശം പിടിച്ചപ്പോ 2 ദിവസത്തേക്ക് ഒന്ന് പുറത്തോട്ട് പോയാൽ റെസ്റ്റ് എടുക്കായിരുന്നു. നീരക്ഷപ്പെട്ട് ഇവന്മാര് വെളിയിൽ പോയാലേ എനിക്കാ തലവേദന. ഇട്ടിട്ടങ്ങ് പോവും, തിരിച്ചു വരുമ്പോഴത്തേന് മുറി തണുക്കാനാന്നും പറഞ്ഞു. എന്തുവെന്ന് മൈക്രോവൻ കണക്കല്ലോ. നശിച്ചൊരു ഫാൻ. അയ്യോ, അതിനെന്തിനാടോ എന്നെ പറയുന്നേ? ഞാൻ കാരണമാണോ? എന്റെ മണ്ടയ്ക്കൂന്ന് ചൂട് കിടക്കുന്ന ദ്രാവം ഉരുകിയിരിക്കുന്ന പോലെ ഇരിക്കുന്നേ. അതിനകത്ത് ചൂട് കെട്ടിയതായിട്ട് വരുന്ന അല്ല, ഞാൻ ചൂടുണ്ടാക്കി എന്റെ അണ്ണാക്കിലോട്ടൊന്നും വിട്ട് തരുന്നതല്ല. അതൊന്നും മനസ്സിലാക്കൂ. തീമഴ പെയ്തായിരുന്നു എന്റെയൊക്കെ തലയിട്ട് കൊടുക്കായിരുന്നു. എന്നെയും വരാറുണ്ട് പാട്ടി. എടാ നിന്നെയൊക്കെ വല്ലപ്പോഴും നിർത്തിയിടുമല്ലോടെ. എന്റെ അവസ്ഥയോ മഴ വന്നാലും വെയില് വന്നാലും സ്റ്റിൽ റണ്ണിങ്. നിനക്കൊക്കെ ഇങ്ങനെ റൺ ചെയ്താൽ മതി. തെറിവിളി മൊത്തം എനിക്കാ. കറണ്ട് ബില്ല് കൂടി എന്ന് പറഞ്ഞു. ഞാൻ ആ കറണ്ട് ബില്ല് കൂട്ടുന്നതെന്ന് പറഞ്ഞു. കഴിഞ്ഞ മാസം 19,000 ബില്ല് വന്നേ. അങ്ങനെ ആ പുളിച്ച തെറിയുടെ ചെവി അടിച്ചു. ഇപ്പോഴും ചെവിക്കകത്ത് നല്ല വേദന കേട്ടോ. അത്രക്കൊന്നും വരത്തില്ലല്ലോ. എവിടാ മോനി? ചൂട് വേണ്ടി ഒരുക്കിച്ചാവുക. അതിനൊരു മാർഗം ഉണ്ട് കേട്ടോ ചൂട് പോവാൻ. എന്തോ മാർഗോ? എടേ, എ സി ആണെങ്കിൽ വീട്ടില് എല്ലാ റൂമിലും എ സിയാ. AC ഒന്നുമല്ലടാ, AC അല്ല. കൂളർ വല്ലതും ആണോ? കൂളറല്ല. പുതിയ പാല് വല്ലാണെങ്കിൽ അടിക്കുന്നതിന്റെ ചെബുക്കല്ലേ. എനിക്കെന്താ പ്രാന്താണോടാ അങ്ങനെയൊക്കെ പറയാൻ? ഒന്നുമല്ല, തണുപ്പ് മാറ്റാൻ വേണ്ടി എന്തോ ഐഡിയ. അപ്പൊ നല്ല കോസ്റ്റ് ആയിരിക്കുമല്ലോ. ചെലവൊന്നുമില്ല, ഇതിന് വലിയ ചെലവൊന്നുമില്ല. 15 രൂപ ആകത്തുള്ളൂ. 15 രൂപ? 15 രൂപയ്ക്ക് ഐസ് വരുത്തില്ല. ജംഗ്ഷനിലെ പുതിയ ഇറാനിറ്റി വന്നിട്ടുണ്ട്, നമുക്ക് കുടിക്കാൻ പോയല്ലോ. വെച്ചിട്ട് പോണം. ചായ നല്ല ഐഡിയ ആണ് ചൂടുവാനും. ചൂടെടുത്ത് ചാവുമ്പോളാ അവിടെ ഇറാനി ചായ. ചേട്ടന്റെ കഥ അറിയാമോ? അതെന്ത്? നമ്മൾ ഈ പുറത്തിരിക്കുന്നോണ്ട് ഇതൊന്നും അറിയാൻ പറ്റത്തില്ലല്ലോ. എന്തോ കേട്ടോ. നീ പുറത്തോട്ടിറങ്ങുന്നുണ്ടോ? പിന്നെ ഈ ചൂടത്ത് പുറത്തോട്ടിറങ്ങാൻ എനിക്കങ്ങ് വയ്യ. സൂര്യാഘാതം കേൾക്കും. വാട കുഴപ്പമില്ലടാ. എന്റെ പട്ടി കാര്യം. ഈ വെയില് മാറാൻ ഞാൻ പുറത്തോട്ടില്ല. വൈകിട്ടും ഇല്ല. ഇല്ല. ചൂട് അമ്മേ, ആ തോത്തിങ്ങെടുത്ത് ഞാൻ ഒന്ന് കുളിക്കട്ടെ. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്ത. ഷവറിൽ നിന്ന് പൊള്ളലേറ്റ് യുവാവ് ആശുപത്രിയിൽ. യുവാവിന്റെ നില അതീവ ഗുരുതരമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തൊരു മണ്ടനാടാ. ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എൻ്റെ ഒരു ഐഡിയ തെളിഞ്ഞു വരുന്നുണ്ട്. എന്തോ ഐഡിയ? പിള്ളേരെല്ലാം അനുകരിച്ചാലോ? പിള്ളേരൊന്നും അനുകരിക്കരുത്. ഇത് ഭയങ്കര റിസ്ക് ആണ്. ഇത് വീഡിയോക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ കാണിക്കുന്നത്. കുട്ടികൾ അനുകരിക്കല്ലേ. ആദ്യത്തെ കുറച്ചു ഞാൻ അകത്ത് കയറിയിരിക്ക. അത് നീ ഇരിക്കും. ഓക്കെ അല്ലേ? ഞാൻ മുട്ടുമ്പോ തുറന്ന ആദ്യം. പിള്ളേരൊന്നും അനുകരിച്ചേക്കല്ലേ. പിള്ളേർ ചെയ്യല്ലേ. ശരി ശരി. ഇത് കൊറേ നേരമായിരിക്കാൻ തുടങ്ങിയിട്ട്. നമ്മളും ഇരിക്കട്ടെ, നമ്മളും ചൂടെ തന്നെ ഇരിക്കുന്നത്. ഇറങ്ങി വാ. ഇറങ്ങി വാ. ചുമ്മാ ദേഷ്യം പിടിപ്പിക്കല്ലേ എന്നെ. ഇറങ്ങി വാ, ഞാൻ തുറക്കാം. മോനെ, അപ്പോഴേ പറഞ്ഞ അനുകരിക്കല്ലേ അനുകരിക്കല്ലേ എന്ന്. എഴുന്നേറാ.